അമ്മായച്ചനാണെങ്കിൽ എല്ലാ ദിവസവും മീൻ കറി ലഭിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് മീൻ കറി കഴിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ അമ്മായിയമ്മ അത് മരുമകൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മയുടെ ഒരു പക്ഷേ അസൂയയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. മകനും മരുമകളും പറയുന്നൊരു കാര്യം ഇതാണ്. എന്നാൽ അമ്മായച്ചനത് പിടിക്കില്ല എന്നൊന്നും അമ്മായച്ചൻ പറഞ്ഞിട്ടില്ല. അമ്മായച്ചൻ പറയുന്നത് നല്ല മീൻ കറി തന്നെയാണ് മരുമകൾ വെക്കണമെന്നുള്ളത്. പക്ഷേ അമ്മായിയമ്മ സമ്മതിക്കുന്നില്ല. അമ്മായിയമ്മയ്ക്കണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മരുമകൾ വെക്കുന്ന കറി എൻ്റെ ഭർത്താവ് ടേസ്റ്റ് പിടിക്കുന്നില്ല എന്നൊക്കെ പല തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് ഈ മരുമകൾ ഉണ്ടാക്കുന്ന കറിയെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം അവർക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമ്മതിക്കില്ല. ഇതിൻ്റെ പേരിൽ എന്നും ഈ മരുമകളെ കുറ്റപ്പെടുത്തുകയും നേരത്തിന് എണീക്കില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ല എന്നൊക്കെ പലതരത്തിലുള്ള പരാതികൾ പറഞ്ഞ് അവിടെ എന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ പ്രത്യേകിച്ച് മകനാണ് ഉണ്ടാകുന്നത്. കാരണം മരുമകളെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മരുമകൾ അത് മകനോട് പറയുന്നു. എന്നിട്ട് പറയുന്ന അവിടെ വലിയൊരു കലഹം തന്നെയായി തീർന്നു എന്നുള്ള. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വഴക്കാണ്. അങ്ങനെ വഴക്ക് മൂത്ത് ഈ മകൻ പറഞ്ഞു ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് പറയുകയാണ്. ഇവിടെ ഈ മരുമകളെ വിളിച്ചുകൊണ്ട്, മരുമകളുണ്ട്, പേരക്കുട്ടിയുണ്ട്, അങ്ങനെ വിളിച്ച് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തടയുന്നത് മരുമകളാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ നമുക്കറിയാം കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ചില മരുമക്കൾ ഈ മകനെയും വിളിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട് മാറി താമസിക്കണമൊക്കെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ മരുമകൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് പെരുമാറുന്നത്. തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് മരുമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുമകളാണ് പറയുന്നത് മകനോട് അരുത്, കാരണം ഇത് പ്രായമായിട്ടുള്ള, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇത് പ്രായമായിട്ടുള്ള മാതാപിതാക്കളാണ്. അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു കുറവുകളുണ്ടായിരിക്കാം. അവരങ്ങനെ ചിലപ്പോൾ വൈകാരികമായിട്ട് പെരുമാറാം, നിങ്ങളോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയാം. അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മകൻ പെട്ടിയും എടുത്ത് ഭാര്യയും വിളിച്ച് അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് മരുമകൾ അരുതെന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെരുമാറ്റം മരുമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണെന്നുള്ളത്. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ മരുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം എന്നേ നന്നായി, അല്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ എത്രയും നന്നായി എന്നുള്ളത്. പലപ്പോഴും മരുമക്കളാണ് എന്താ പറയുക അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് അവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് മരുമകളെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.